ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫണ്ടിങ് ഫേംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. അതായത് പൊതുവേ ഉള്ളൊരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടിങ് ഫേംസ് ഒക്കെ ഉഡായിപ്പാണ് എന്നുള്ളതും ആരും വെറുതെ ക്യാഷ് തരില്ല എന്നുള്ളതൊക്കെയാണ് പൊതുവേ ഒരു ധാരണ. ആ ഒരു സെയിം ധാരണ തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആരും വെറുതെ നമുക്ക് ക്യാഷ് തരില്ല എന്നുള്ളൊരു സെയിം ധാരണയായിരുന്നു. പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് വളരെ നല്ല ഒരു ബിസിനസ് മോഡലാണ് എന്നുള്ളതും ഒരു നല്ല ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള അവർക്കും ഫണ്ടിങ് ഫേംസിനും നല്ല ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ ട്രേഡേഴ്സിനും നല്ല മ്യൂച്വൽ ബെനിഫിറ്റ്സ് ഉള്ള നല്ല ഒരു ബിസിനസ് മോഡലാണ് ഈ ഫണ്ടിങ് ഫേംസ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റും ഇതെങ്ങനെയാണ് ഫണ്ടിങ് ഫേംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും അവരുടെ ഇൻകം എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ അവരെങ്ങനെയാണ് നമുക്ക് പേ ഔട്ട് തരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഒരു എക്സാമ്പിളായിട്ടൊരു $10,000 ഒരു 2 phase അക്കൗണ്ട് എടുക്കാം. ഓക്കെ, $10,000 ഒരു 2 phase അക്കൗണ്ട് ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡ് മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് $75 ആണ്. ഓക്കെ, ഈ $75 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഈ $10,000 അക്കൗണ്ട് പർച്ചേസ് ചെയ്യാം. ഈ അക്കൗണ്ട് നമുക്ക് 2 phase ഇവാലുവേഷൻ അക്കൗണ്ടാണ്. സോ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഫേസിൽ 8% പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഫേസും അതുപോലെ തന്നെ സെക്കൻഡ് ഫേസിൽ 5% പ്രോഫിറ്റാണ് എടുക്കേണ്ടത്. സോ ഇനി നമുക്ക് എങ്ങനെയാണ് ഇവർ നമുക്ക് ഇതിൽ നിന്ന് പേ ഔട്ട് തരുന്നതും അവരുടെ റവന്യൂ എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് നമ്മളുടെ കോസ്റ്റ് ഓഫ് $10,000 കോസ്റ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് $75 ആണ്. ഓക്കെ, ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ വരുന്നത്. ഒരു എക്സാമ്പിളായിട്ട് ഒരു 1000 പേര് എടുക്കാം. ഒരു 1000 പേര് $75 വെച്ചിട്ട് $10,000 അക്കൗണ്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് ഈ ഒരു പർച്ചേസിങ്ങിൽ അവർക്ക് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് $75,000 ആണ് അവർക്ക് കിട്ടുന്നത്. ഓക്കെ, അവരുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് അവരുടെ ടെക്നോളജിയുടെ, സ്റ്റാഫിൻ്റെ, ഇലക്ട്രിസിറ്റി ബില്ല്, അതുപോലെ ഈ പേ ഔട്ട് കൊടുക്കുന്നത്, ഈ ഫണ്ട് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ അവർ 2 phase അക്കൗണ്ട് പാസ്സായിട്ട് ഫണ്ടിങ് സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ കോസ്റ്റും അതുപോലെ തന്നെ പ്രോഫിറ്റിൻ്റെ 80% അവർ പേ ഔട്ട് കൊടുക്കണം. അതൊക്കെയാണ് അവരുടെ എക്സ്പെൻസ് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ അത് അവരെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇത് ഒരു ഫസ്റ്റ് ഫേസ്. ഓക്കെ, 2 ഫേസാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് ഫേസ് ഞാൻ ഈ ഒരു ഫണ്ടിങ് ഫേംസിലുള്ള CEOs അതുപോലെ തന്നെ റിസ്ക് അനലൈസ് ചെയ്യുന്ന ടീംസുണ്ട്, റിസ്ക് അനലൈസ് ചെയ്യുന്ന ടീം, അവരുടെയൊക്കെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവർ ഒരു ഫസ്റ്റ് ഫേസ് പാസ്സാകുന്നത് വെറും 20% ആളുകൾ മാത്രമാണ് ഫസ്റ്റ് ഫേസ് തന്നെ പാസ്സാകുന്നത്. 80% ആളുകൾ ഫെയിലാവുകയാണ് എന്നുള്ളതാണ്. അതായത് ഡെയിലി 5% ലോസ് അല്ലെങ്കിൽ മാക്സിമം 10% ലോസ് വന്നു കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് ബ്രീച്ചായി ഫെയിലായി എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ 8% മാത്രം പ്രോഫിറ്റ് മതി ഇത് പാസ്സാകാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ മുമ്പ് ഈ 5%, 10% ലോസായിട്ട് അവർ ഈ അക്കൗണ്ട് ഫസ്റ്റ് ഫേസിൽ തന്നെ അവർ പുറത്തായി എന്നുള്ളതാണ്. അതായത് 20% ആളുകൾ പാസ്സാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 1000ൻ്റെ 20% എന്ന് പറയുന്നത് വെറും 200 മെമ്പേഴ്സാണ്. ഈ 200 മെമ്പേഴ്സാണ് ഫസ്റ്റ് ഫേസ് പാസ്സാകുന്നത്. ഓക്കെ, ഈ ഫസ്റ്റ് ഫേസിൽ നിന്ന് സെക്കൻഡ് ഫേസിലേക്ക് ഫസ്റ്റ് ഫേസ് 200 മെമ്പേഴ്സാണ് പാസ്സാകുന്നത്. ഇനി ഈ 200ന്ന് 20% സെക്കൻഡ് ഫേസ് പാസ്സാകുന്നത്. സോ 200ൻ്റെ 20% എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ സെക്കൻഡ് ഫേസ് എത്തുമ്പോൾ ഫസ്റ്റ് ഫേസ് 200 പേര് 1000 നിന്ന് 200 അതിൽ നിന്ന് 20% സെക്കൻഡ് ഫേസ് പാസ്സായി. അങ്ങനെ 40 പേര് മാത്രമാണ്, അതായത് വെറും ഈ 1000 നിന്ന് 40 പേര് മാത്രമാണ് സെക്കൻഡ് ഫേസ് പാസ്സായി ഫണ്ടിങ് സ്റ്റേജിലേക്ക് എത്തുന്നത്. സോ നമ്മൾ പറഞ്ഞു ഈ വെറും 40 പേരാണ് ഫണ്ടിങ് സ്റ്റേജിലേക്ക് വരുന്നത് പറഞ്ഞു. ഈ 40 പേരാണ് സെക്കൻഡ് ഫേസ് പാസ്സായിട്ട് ഈ ഫണ്ടിങ് സ്റ്റേജിലേക്ക് വരുന്നത്. ഈ 40 പേരിൽ നിന്നും 20% പേ ഔട്ട് എടുക്കുന്നത് എന്നാണ് പറഞ്ഞത്.
സോ പേ ഔട്ട് എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 8 പേരാണ്, അതായത് 1% പോലും വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 20% എന്നുള്ളത് 50 ആക്കിയാൽ പോലും 20, അതായത് 2%, 20 പേരാണ് പേ ഔട്ട് എടുക്കുന്നത്. ഈ 40 പേര് സെക്കൻഡ് ഫേസ് പാസ്സായിട്ട്, ഈ 40 പേര് സെക്കൻഡ് ഫേസ് പാസ്സായി ഫണ്ടിങ് സ്റ്റേജിൽ വന്നിട്ട് ഈ ഫണ്ടിങ് സ്റ്റേജിൽ നിന്ന് അതിൽ നിന്ന് 50% പേ ഔട്ട് എടുക്കുന്നത്. ഫണ്ടിങ് സ്റ്റേജിൽ എത്തിയിട്ട് എത്തിയതിന് ശേഷം അവർ 5% ലോസ് അല്ലെങ്കിൽ 10% ലോസ് അടിച്ചിട്ട് അവർ ഔട്ടാവുകയാണ് എന്നുള്ളതാണ്. സോ ഇതിന്ന് ഫണ്ടിങ് സ്റ്റേജിൽ എത്തിയിട്ട് വിഡ്രോൽ എടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം $150 വേണം, മിനിമം $150 പ്രോഫിറ്റ് വേണം. അതുപോലെ 14 days വെയിറ്റ് ചെയ്യണം. ബൈ വീക്കിലിയാണ് പേ ഔട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഒട്ടുമിക്ക ഫണ്ടിങ് ഫേംസും. സോ 14 days വെയിറ്റ് ചെയ്യണം. സോ അതിൻ്റെ മുമ്പ് തന്നെ ട്രേഡ് ചെയ്തിട്ട് ഈ ഫണ്ടിങ് സ്റ്റേജിൽ എത്തിയിട്ട് ഏകദേശം നല്ലൊരു ശതമാനം ആളുകൾ ഔട്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ നമ്മൾ ഒരു 2% നമുക്ക് കിട്ടുന്നത്. നമുക്ക് അതിൻ്റെ മാക്സിമം കൂട്ടിയിട്ട് പോലും 2% ആളുകളാണ് പേ ഔട്ട് എടുക്കുന്നത് എന്നുള്ളതാണ്. 2% എന്ന് പറഞ്ഞാൽ 20 പേര് ഒരു $10,000 അല്ല, $10,000 ഒരു 5% പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ പോലും $500 ആണ്. അപ്പോൾ 520 × 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $10,000 വരുന്നുള്ളൂ. സോ അത്രയൊന്നും എടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് പറയാൻ അടുത്ത് നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഫണ്ടിങ് സ്റ്റേജിൽ 40 പേരാണ് ഫണ്ടിങ് സ്റ്റേജിൽ എത്തിയതെന്ന് പറഞ്ഞു സെക്കൻഡ് ഫേസ് പാസ്സായിട്ട്. ഈ 40 പേര് ഈ ഫണ്ടിങ് സ്റ്റേജിൽ എത്തുമ്പോൾ ഇവരുടെ ഈ ഫണ്ടിങ് ഫേംസിൻ്റെ റിസ്ക് അനലൈസ് ചെയ്യുന്ന ടീംസ് അല്ലാണ്ട് അവർ ഇവരുടെ ട്രേഡിങ് സ്റ്റൈലും അവരുടെ എല്ലാം അനലൈസ് ചെയ്തിട്ട് ഓരോരുത്തരുടെ ട്രേഡിങ് സ്റ്റൈലും അവരുടെ റിസ്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതും എന്നുള്ളതും അവരുടെ പൊസിഷൻ സൈസിങ് ഡിസിപ്ലിൻ എല്ലാം അവർ സോഫ്റ്റ്വെയർ ഉണ്ടാവും, അതുപോലെ തന്നെ അവരുടെ അനലൈസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉണ്ടാവും, അതുപോലെ തന്നെ അവർക്ക് ടീംസ് ഉണ്ടാവും റിസ്ക് അനലൈസ് ചെയ്യാനുള്ളത്. അവർ മാനുവലായിട്ടും അനലൈസ് ചെയ്തിട്ട് അവർ നല്ല ട്രേഡേഴ്സാണ് എന്നുള്ളത് അവരെ വേറൊരു കാറ്റഗറിയിലേക്കും, അതുപോലെ തന്നെ ഇവർ അധികം പോകില്ല എന്നുള്ള ആളുകളെ വേറൊരു കാറ്റഗറിയിലേക്കും അവർ ഇടുന്നതാണ്. അതായത് നല്ല ട്രേഡേഴ്സിനെ ഇവർ ഈ അധികം നല്ല ഫണ്ടിങ് ഫേംസിനൊക്കെ അവർക്ക് സ്വന്തമായിട്ട് ബ്രോക്കേഴ്സും അതുപോലെ തന്നെ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സും എല്ലാം ഉണ്ടാവും. സോ നല്ല ട്രേഡേഴ്സിനെ അവരെന്ത് ചെയ്യും, ഒന്നുമില്ലെങ്കിൽ ഹെഡ്ജ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ റിയൽ മണി ആയിരിക്കും. നല്ല ട്രേഡേഴ്സ് അവർക്ക് ലിക്വിഡിറ്റി ബ്രോക്കേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അവർ റിയൽ മണി വെച്ച് ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. അല്ലാത്തവർക്ക് അവർ ഡെമോ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ് ഫണ്ട് ആയിരിക്കും കൊടുക്കുക, ഡെമോ മണി ആയിരിക്കും. സോ ഈ ടീംസിൻ്റെ പേ ഔട്ട് ഇവരുടെ ഈ ഒരു കോസ്റ്റിൽ നിന്ന് എടുത്തു കൊടുക്കും. അതായത് 75,000 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വളരെ ചെറിയ പേ ഔട്ട് കൊടുക്കേണ്ടി വരുന്നത്, വളരെ ചെറിയ സംഖ്യയാണ് കൊടുക്കേണ്ടി വരുന്നത്. അവർക്ക് നല്ലൊരു ഇൻകം നമ്മൾ പർച്ചേസിങ്ങിലൂടെ അവർക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിന്നായിരിക്കും അവർ ഈ ഒരു ഇൻകം കൊടുക്കുന്നത്. അതുപോലെ നല്ല ട്രേഡേഴ്സിനെ അവർ റിയൽ മണി വെച്ചായിരിക്കും. സോ അവർ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ബ്രോക്കർ വഴി ലിക്വിഡിറ്റി പ്രൊവൈഡർ റിയൽ മാർക്കറ്റിലായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇവർ നല്ല ട്രേഡേഴ്സിനെ അവർ എൻ്റർടൈൻ ചെയ്യുന്ന നല്ല ഫണ്ടിങ് ഫേംസ് ഉണ്ട്. അവർ 100% പ്രോഫിറ്റ് ഷെയറും ഫിക്സഡ് ശമ്പളമൊക്കെ അവർ കൊടുക്കുന്ന ഫണ്ടിങ് ഫേംസ് വരെയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല ഒരു ട്രേഡേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ 100% പ്രോഫിറ്റ് ഷെയർ കൊടുത്തു കഴിഞ്ഞാലും അവരുടെ ട്രേഡ് കോപ്പി ചെയ്തിട്ട് അവർ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവർ നമുക്ക് ലിവറേജ് തരുന്നത് 1:100 തരുന്നത്. പക്ഷേ അവർക്ക് ചെറിയ ഫണ്ട് എടുത്തിട്ട് 1:2,000 അവർ ലിവറേജ് എടുക്കുന്നുണ്ടാവും. നല്ല ലിവറേജ് എടുത്തിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. സോ അവർക്ക് ചെറിയ ഫണ്ട് മതി. അവർക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സും അവരുടെ ഫണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ അവർ നല്ല ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫിൽറ്റർ ചെയ്ത് വരുന്ന 1% ആണ് ഈ നല്ല ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഈ നല്ല ട്രേഡേഴ്സ് $10,000 എന്നല്ല, അവർ $100,000 ഒക്കെ ആയിരിക്കും പർച്ചേസ് ചെയ്യുക. സോ അവർക്ക് അതുകൊണ്ട് നല്ല കുഴപ്പമില്ലാത്തൊരു ഇൻകം ജനറേറ്റ് ചെയ്യും. സോ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ടിങ് ഫേംസ് അവരെ റിയൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യും, അവരുടെ ട്രേഡ് കോപ്പി ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കും.
സോ അവർക്ക് ഈ രണ്ട് നല്ല ട്രേഡേഴ്സിൻ്റെ ട്രേഡ് കോപ്പി ചെയ്തിട്ടും ക്യാഷ് ഉണ്ടാക്കും, അല്ലാത്ത ട്രേഡേഴ്സിൻ്റെ ഈ കോസ്റ്റായിട്ടും രണ്ട് സൈഡായിട്ടും അവർ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. സോ നല്ല ഒരു ബിസിനസ് മോഡലാണ് ഇത് ഫണ്ടിങ് ഫേംസിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫണ്ടിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. നല്ല ട്രേഡേഴ്സ് ഈ ഒരു സ്കില്ല് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഫണ്ട് കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ട്രേഡേഴ്സിനും ബെനിഫിറ്റാണ്, പിന്നെ ഫണ്ടിങ് ഫേംസിനും രണ്ട് മ്യൂച്വലായിട്ട് ബെനിഫിറ്റായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഫണ്ടിങ് ഫേംസ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് ഫണ്ടിങ് ഫേംസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇത് നല്ലൊരു ബിസിനസ് മോഡലാണ്. സോ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫണ്ടിങ് ഫേംസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ ഈ റേറ്റ് കോസ്റ്റ് എല്ലാം നോക്കിയിട്ട് ചില ഫണ്ടിങ് ഫേംസ് വളരെ ചെറിയ കോസ്റ്റിന് ഡിസ്കൗണ്ടിനൊക്കെ കൊടുക്കും. അതൊക്കെ ഉടായ്പ ഫണ്ടിങ് ഫേംസ് ആയിരിക്കും. നല്ല ഫണ്ടിങ് ഫേംസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ ഇനി ഇത് ഇങ്ങനെ ഇത്രയും ഒക്കെ ആയിട്ട് ഈ 1%, 2% അല്ലെങ്കിൽ 3%-ലൊക്കെ നമുക്ക് പെടാൻ കഴിയുമോ, അല്ലെങ്കിൽ 5%-ലൊക്കെ നമുക്ക് പെടാൻ പറ്റുമോ എന്നുള്ള, ഇത് പാസ്സാകാൻ വളരെ ബുദ്ധിമുട്ടാണോ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ റിസ്ക് മാനേജ് ചെയ്ത് വളരെ ഡിസിപ്ലിനോട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് പാസ്സാകാൻ പറ്റുന്നതാണ്. ഞാൻ പാസ്സായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് പേ ഔട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സോ ഇതെൻ്റെ 5 years എന്ന് പറഞ്ഞ ഒരു ഫണ്ടിങ് ഫേംസിൻ്റെ സർട്ടിഫിക്കറ്റാണുള്ളത്. ഇത് ഞാൻ 9/9/2025 ഇതൊരു 60K ഫണ്ടഡ് അക്കൗണ്ട് പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റാണ്. സോ അതിൻ്റെ മുമ്പ് ഒരു 20K അക്കൗണ്ട് പാസ്സായിട്ടുണ്ടായിരുന്നു August 29/8/2025. സോ അതിൻ്റെ സർട്ടിഫിക്കറ്റാണിത്. അതുപോലെ തന്നെ ഇത് പേ ഔട്ടിൻ്റെ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ പേ ഔട്ടും അവർ വളരെ സെയിം ഡേ അല്ലാതെ മാക്സിമം 24 hours അല്ലെങ്കിൽ 48 hours-ൻ്റെ ഇടയിലായിട്ട് പേ ഔട്ട് തരുന്നുണ്ട്. എനിക്ക് അധിക സമയത്തും 24 hours-ൻ്റെ ഉള്ളിലായിട്ട് പേ ഔട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇത് പാസ്സാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹാർഡായിട്ടുള്ള കാര്യം എന്നല്ല, ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പാസ്സാകാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. സോ നമ്മളിതിന് പൊതുവെ നമുക്ക് ഏതൊരു ഇപ്പം നമ്മൾ എന്തെടുത്തു കഴിഞ്ഞാലും അതിനകത്ത് നമുക്ക് സ്കില്ലിനാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ സ്കില്ല് വെറും 20% മാത്രമാണ് വരുന്നത്. അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതിൻ്റെ മണി മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ്, ഡിസിപ്ലിന്, ഇതൊക്കെയാണ് നമ്മളെങ്ങനെ റിസ്കിനെ മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ പിന്നെ അതിൻ്റെ പൊസിഷൻ സൈസ് എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്, നമ്മളുടെ സൈക്കോളജി, ഇമോഷൻസ്, ഇതൊക്കെയാണ് ബാക്കി 80% എന്ന് പറയുന്നത്. സ്കില്ലിന് വെറും 20% വരുന്നുള്ളൂ. സോ അതുകൊണ്ടാണ് ട്രേഡിങ്ങിൽ അധികം ആളുകളും ഫെയിലാവുന്നത്. ഇതിനകത്ത് സ്കില്ല് മാത്രം പോരാ, ഇതിനകത്ത് നമ്മൾ സ്കില്ലും അതുപോലെ തന്നെ എല്ലാം വരണം. ഇമോഷണൽ കൺട്രോൾ, ഡിസിപ്ലിൻ, മണി മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ്, ഇതുപോലെ ഒരുപാട്. സോ അതുകൊണ്ടാണ് ഇത് ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ മിസ്റ്റേക്ക് വന്ന് പഠിച്ച് ഏകദേശം 1-2 വർഷം എടുക്കുന്ന നല്ലൊരു മെൻറ്ററൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് 2-3 years ഒക്കെ എടുക്കുന്നൊരു ലോങ് ടൈം പ്രോസസ്സാണ് ഈ ട്രേഡിങ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് ക്ലിയർ ആയിട്ട് വരാനുള്ള ഒരു ടൈമാണ് ഈ 2-3 years എന്ന് പറയുന്നത്. ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള അധിക ട്രേഡേഴ്സ് എന്ന് പറയുന്നത് 4-5 വർഷത്തെ ഒരു എഫേർട്ടിന് ശേഷമാണ് അവർ ഒരുപാട് ലൂസിങ് സ്ട്രീക്കിലൂടെ പോയിട്ടാണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് അവർ സക്സസ് ആവുന്നത്. സോ ഇത് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇത് നല്ലൊരു മെൻറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ 5-6 മാസം കൊണ്ട് തന്നെ 6 അല്ലെങ്കിൽ 1 വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു സ്കില്ല് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. സോ ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റിൽ എല്ലാവർക്കും ഇത് എങ്ങനെയാണ് നമ്മൾ ട്രേഡ്, ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത്, എങ്ങനെയാണ് നമുക്ക് ഇതൊരു പ്രോഫിറ്റബിൾ ട്രേഡ് ആകാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഒരു വീഡിയോ സീരീസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പ്രൈസ് ആക്ഷൻ്റെ എന്തിനും മെയിനായിട്ട് നമ്മൾ പ്രൈസ് ആക്ഷൻ പഠിക്കുക എന്നുള്ളതാണ്. സോ അതിൻ്റെ ബേസിക് മുതൽ അഡ്വാൻസ് വരെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫ്രീ ഓഫ് കോസ്റ്റിൽ ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.